കഴിഞ്ഞ ദിവസം ദിയ കൃഷ്ണ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് മെറ്റേണിറ്റി ഷൂട്ടാണ്. ഇപ്പം പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വയറൊക്കെ കാണിച്ചുകൊണ്ട് ആ ഒരു സമയത്തുള്ള ഒരു അമ്മയുടെ ഫീലിംഗ് ഉള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോസാണ്. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് താഴെ വന്ന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ആൾക്കാരിടുന്നത്. എന്തിനാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ ഇടുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമോ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസും, അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റ് എടുത്തുകൊണ്ട് വെച്ച് കുറേയധികം പേര് ഇതിനെ റിയാക്ട് ചെയ്യുന്നത് അതായത് നെഗറ്റീവായിട്ട് വീഡിയോസ് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് അവരുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് അവർക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത് അവർ ഷെയർ ചെയ്തു. സോ അവരുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് അതിനോട് എതിർപ്പ് എല്ലാം കാണുമായിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം നോക്കുക. ബാക്കിയുള്ളവരും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ചിന്തിക്കണം. നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്ന് നമുക്കൊരിക്കലും വാശി പിടിക്കാനോ ഒന്നും തന്നെ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോടൊക്കെ അത് പറയാം. പക്ഷേ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഭാര്യമാരും എല്ലാം ഇത് കണക്ക് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കാനോ ഒന്നും തന്നെ പാടില്ല. അത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളാണ്. ചിലവർക്ക് ഇത് കണക്ക് മെറ്റേണിറ്റി ഷൂട്ടിംഗ് എടുക്കാനായിരിക്കും ഇഷ്ടം. കാരണം അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മൊമെൻറ്റ്സ് കൊടുക്കും. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഒരിക്കലും എനിക്ക് ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ഭയങ്കര വൾഗറായിട്ടോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല. അത് അവരൊരു ഹാപ്പിനെസ് മൊമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലത്തുള്ള നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നത് അതൊക്കെ ശ്രദ്ധിക്കുക. അവരുടെ ഒരു നല്ലൊരു ടൈമിൽ കൂടാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കമൻറ്റ്സ് ഇടുക, അങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കുക. ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോഴത്തെ സമയത്ത് അവർ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് ആ ഒരു മനസ്സിലാക്കിയെങ്കിലും വേണം. ഇപ്പോൾ കമൻറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾ എന്താണ് ഇങ്ങനത്തുള്ള ഡ്രസ്സൊക്കെ ഇടുന്നതെന്ന് പറയുന്നതിന് പകരം അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ ഒരു സമയത്ത് ഹാപ്പി ആയിട്ട് അവർ ഇരിക്കേണ്ട ഒരു ടൈമിൽ അത് ആലോചിക്കുക. അത് മെയിനായിട്ടുള്ളൊരു കാര്യം. സോ ഇപ്പം ഇത് കാണുന്ന കുറേ പേർക്കെങ്കിലും ഇതൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്.